വയ്യെങ്കിതേ ഈ ചൂട് വെച്ച് അവിടെ കിടന്നോ. 1 മണി കൊട്ടാൻ ഇത്തിരി വൈകിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ? നേരത്തിനും കാലത്തിനും പള്ളി മണി അടിക്കണ്ടായോ? ഇതങ്ങ് മാറിക്കോളും. ആണൊരുത്തനുള്ളവന്റെ മൂടി പൊച്ചിടന്ന് ഉറങ്ങുന്നു. ഇത്രയും പ്രായമായിട്ടും ഒറ്റയ്ക്ക് ഇരുട്ടത്തേക്ക് ഇറങ്ങാനും കൂടി പേടിയാവന്. ഇവൻ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാലും എന്താ ചെയ്യാ? നീ ആ വഷളാക്കിയത്. 12ാമത്തെ വയസ്സിൽ മൂത്തവൻ നാട് വിട്ടുപോയപ്പോ ഇവനെ ശാസിക്കാതെ സഹായിക്കാതെ കൊഞ്ചിച്ച് വളർത്തി. അതാ കുഴപ്പമായി പോയത്. സോളമാ എഴുന്നേക്ക്. വെറുതെ കുളം കമത്തി വെച്ച് വെള്ളം ഒഴിക്കണ്ട. അവൻ എഴുന്നേക്കില്ല. ഒരുപാട് കൊല്ലായില്ലേ നീ ഞാനും മാറി മാറി വിളിക്കുന്നു. എഴുന്നേക്കണ്ടാണ്. എന്ന് എഴുന്നേറ്റാനെ. നീ ആ ടോർച്ചിങ് എടുത്തു. നല്ല മഞ്ഞുണ്ട്. ആ പൊട്ടക്കിണറിന്റെ അടുത്തുകൂടി പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ ആദ്യമായിട്ട് പോകുന്നു അല്ലല്ലോ. നേരാമണ്ണം ചികിത്സിക്കാതെ താനീ അസുഖം വെച്ചിങ്ങനെ നടന്നോ? ആ സോളമനെ കപ്പിയാരാക്കിയിട്ട് തനിക്കിനി റെസ്റ്റ് എടുക്കാൻ മേലേ? അവനോട് പറയാഞ്ഞിട്ടാണോ അച്ചോ? കേക്കണ്ടായോ? അവൻ സിനിമാക്കാരനല്ലേ, സംവിധായകൻ. അച്ഛനറിയാവല്ലോ, തെരുവിൽ അലിഞ്ഞു നടക്കുന്ന കൊച്ചുങ്ങളെ വെച്ച് സിനിമ പിടിച്ച് എന്റെ കുടുംബത്തെ മുഴുവൻ തെരുവിലാക്കിയവൻ അവൻ. കാട് കയറി ആർക്കും വേണ്ടാതെ കിടന്ന തൈക്കാടന്മാരുടെ ഭൂമി നക്കാപ്പിച്ച കാശിന് കിട്ടിയോണ്ടാ ഇപ്പൊ ഉള്ള കടപ്പാടുണ്ടായത്. പ്രൊഡ്യൂസർ ഇടയ്ക്ക് വെച്ച് മുങ്ങിയപ്പോ അതവൻ ഏറ്റെടുത്ത് നടത്തിയതല്ലയോ? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. അച്ഛനല്ലെങ്കിലും അവന്റെ പക്ഷല്ലേ പറയൂ. 7 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പള്ളിയിലെ പൊന്നും കുരിശ് കളവ് പോയതാ. പോലീസ് കള്ളനെ എന്നെങ്കിലും പിടിച്ച് ആ പൊന്നും കുരിശ് തിരിച്ചേൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പൊന്നും കുരിശ് പണിയാനുള്ള തീരുമാനം ഈ കമ്മിറ്റി എടുത്തത്. പള്ളി വക ഭൂമി ഏതെങ്കിലും വിറ്റിട്ട് പൊന്നും കുരിശ് പണിയാമെന്ന് ഈ കുണ്ടുകുഴി അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് നോക്ക്, കേട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഒരിടത്തും കേൾക്കാത്ത പുതിയൊരു ഐഡിയ ആയിട്ട് വന്നത്. സ്നാപക യോഹന്നാന്റെ സീരിയൽ പിടിച്ച് അതിന്റെ ലാഭം കൊണ്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന്. അച്ഛന്റെ തിരക്കഥ, കപ്പ്യാരുടെ മോന്റെ സംവിധാനം. എന്നിട്ട് ഈ സ്നാപയോഹന്നാൻ എവിടെ? പൊന്നും കുരിശ് എവിടെ? എന്താ ഈ സ്നാപയോഹന പൊന്നും കുരിശ് കൊണ്ട് ശബരിമലയ്ക്ക് പോയോ? 5 പൈലറ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ചാനൽ റിജക്ട് ചെയ്തെങ്കിൽ മറ്റൊരു ചാനൽ നമുക്ക് നോക്കാം. ഭക്തി ചാനലായ ശാലോൺ TV അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഏത് ചാനലാ ബാക്കിയുള്ളത്? ഇടവകക്കാര് സംഭാവന പിരിച്ചു കൊടുത്തത് കപ്പ്യാരുടെ മോന് സംവിധാനം പഠിക്കാനല്ല. ആ കുഞ്ഞാട് സോളമനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അച്ഛന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. സോളമൻ എന്നെ സ്നാപക യോഹന്നാനാക്കെന്ന് പറഞ്ഞപ്പോ ഇയാളാ വേണ്ടെന്ന് പറഞ്ഞത്. സീരിയൽ വെളിച്ചം കാണാത്തതിന് സംവിധായകനായ സോളമന് മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. എല്ലാം ചലകുളമാക്കിയത് ഈ കുണ്ടുകുഴി അച്ഛനാണ്. ലോനപ്പാ, അഭിനേതാക്കളെ അച്ഛൻ തെരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല. കള്ളന്റെ ലുക്കുള്ള ഇവനെ പിടിച്ച് യേശു ക്രിസ്തുവാക്കുമ്പോൾ ഓർക്കണമായിരുന്നു. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്ത് നല്ല റോള് കിട്ടാത്തൊരു ചൊരുക്ക് എന്നോട് തീർക്കല്ലോ ലോനപ്പാ. അതെടാ ചൊരുക്ക് തന്നെയാ. ലോനപ്പാ, എന്തേട്ടോ? ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ, യോഹന്നാന്റെ വേഷമോ തന്നില്ല. യേശുക്രിസ്തു ആവാൻ 1.5 മാസം പട്ടിണി കിടന്ന് വയറൊട്ടിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് പഠനാക്കി. അക്ഷരം മിണ്ടിച്ചില്ല. ഉണ്ണിയേശുവിന്റെ ജന്മകാലിത്തൊഴുത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സംവിധായകന് പുറകെ പശുകുത്തി മറിച്ചിട്ടു. അവൻ വന്ന് വീണത് കന്യാമറിയമ്മ എന്റെ ഭാര്യയുടെ മേത്ത്. ഇടത്തെ വാരിയിലല്ല, ഇടത്തെ വാരിയിൽ ഒടിഞ്ഞ് 1.5 മാസം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു സീരിയൽ അഭിനയിച്ചത് എന്റെ കുടുംബം കണ്ടില്ല. ലോനപ്പാ, ഇല്ലേട്ടാ, പൊക്കനില്ല. അതെ, സീരിയലിന്റെ കഥ കേൾക്കാനല്ല ഇവിടെ കമ്മിറ്റി കൂടിയിരിക്കുന്നത്. ഇടവകക്കാരുടെ പണം പിരിച്ചെടുത്ത് അത് നശിപ്പിച്ച സോളമനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് ആലോചിക്കാനാണ്. ഇടവകക്കാരെ വഞ്ചിച്ച സോളമനെതിരെ കേസ് കൊടുക്കണോ? അതെ, അല്ലെങ്കിൽ അവന്റെ ഈ കപ്പ്യാര് എന്താ ഇടവകക്കാരുടെ കാശ് തിരിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞിട്ടല്ലോ അവനെ സംവിധാനമാക്കിയത്. അത് ഈ കമ്മിറ്റിക്കാരുടെ ഭൂരിപക്ഷ തീരുമാനം അല്ലായിരുന്നോ? താൻ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. തന്നെയും തന്റെ മോനെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാം. ഇറ്റിച്ചായ, നിങ്ങൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കമ്മിറ്റി കാണിക്കരുത്. കാലം ഇത്രയായില്ലേ, പഴയ കഥക്കാരൻ വിട്ടുകളയിട്ടിച്ചായ. മേരിക്കുട്ടിയെടുത്ത് ഇപ്പൊ കപ്പ്യാരുടെ ഭാര്യയാണ്, 3-4 പിള്ളേർ തള്ളയാണ്. എന്നിട്ട് ഇട്ടിച്ചായ പഴയ ലവ് സ്റ്റോറിയും പറഞ്ഞ് വില്ലൻ കളിക്കരുത്. ഇത്തരം കാര്യങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച വേണ്ട. പറയട്ടെ അച്ചോ, എനിക്കത് നാണക്കേടൊന്നുമില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണത്തിന്റെ തലേന്ന് തട്ടിക്കൊണ്ടുപോയി ഈ കപ്പ്യാര് കല്യാണം കഴിച്ച കഥയൊക്കെ ഈ ഇടവകയിലെ ഓരോ മണൽത്തരിക്കും അറിയാം.
എന്നിട്ട് ഇപ്പൊ ഇയാളുടെ പേടിത്തൊണ്ടൻ മകൻ എന്റെ മകളുടെ പുറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്യുക. അവനോടെല്ലാം നിർത്തിക്കൊള്ളാൻ പറ. ഞങ്ങളുടെ പെങ്ങടെ പുറകെ അവൻ നടന്ന ആ കുഞ്ഞാട് ഇനിയും വെറുതെ എന്റെ തല്ലുകൊണ്ട് നാറും. കർത്താവേ, കാത്തോളണേ. രക്ഷിക്കണേ. വഴി തീർന്നോ? നിക്ക് നിക്ക് നിക്ക്. വഴി തീർന്നടാ. എടാ എന്തിനാടാ എന്നെ ഇങ്ങനെ ഓടിക്കണേ? ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു. എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. ഞങ്ങൾ അഭിനയിച്ച് സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം മേടിച്ച് കാശും തന്നിട്ടില്ല. ഞങ്ങൾ കുപ്പിയും പാട്ടയും പിറക്കി വെച്ച കാശ അടിക്കണം. അവിടെ തുടരുത്, അവിടെ വേണ്ട. ഇത് എന്ത് കളിയാ കുട്ടികളെ? കളിയല്ല, കാര്യോടി. ഒന്ന് രക്ഷിക്കണേ. എന്റെ മുതുകത്തോടാ തവളാച്ച് കളിക്കണത്. ചുക്കമരിക്കണ ചൂടാപ്പേ പോടാ. എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനായി എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയുടെ ഇടയിലും ഞാൻ പെട്ടുപോയി. നാണല്ലോ സോളമന് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് കടി വാങ്ങാൻ. മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? തിരിച്ചങ്ങോട്ടൊന്ന് കൊടുത്താൽ എന്താ? നോ 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 നോ. നമ്മൾ തിരിച്ചു ഒന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞ് അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്ന് കൂടുതൽ അടി കിട്ടും. ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടനായതുകൊണ്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്. കുഞ്ഞാടില്ലേ നിന്റെ അപ്പന് ഇട്ടിച്ചൻ. ചേടാ, ഞാനൊരു സമാധാനപ്രിയനായത് ഇപ്പൊ തെറ്റായി പോയോ? എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു. ധൈര്യം വെക്കാനുള്ള ഒരു ലേഖ്യം പോലെ ഇറക്കാത്ത വലിയ കഷ്ട. മരുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? മരുന്നുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കീറിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങേരെ ഒന്ന് കാണിക്കാം. എന്നിട്ട് വേണം ഇനി നാട്ടുകാരെ എനിക്ക് വട്ടാന്ന് കൂടി പറയാൻ. ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ? എന്റെ മേരി, നീ ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെ പരിസരം മറന്ന് സംസാരിക്കണേ? നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ളാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ പോയേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. പിള്ളേർ അതിലല്ലേ പോയത്, നീ ഇതിലെ പോ. എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി നീ. ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജാൻസി നീ ആ ചതി എന്നോട് കാണിച്ചത്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. ക്യാമറ റോളിംഗ് സാർ. ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങേ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖത്ത് ഇതാ വന്നു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടേക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യം പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേനുണ്ടോടാ? ആ, ഇടയ്ക്കിടയ്ക്ക് തോമേട്ടനെ കാണുമ്പോ പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടില്ലേ? അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് അടയ്ക്കലത്. അപ്പം വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ എഴുതി എത്തിച്ചോളാം. വെരി ഗുഡ്. ഇതിലെന്താണ് ഇത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ള് മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ. ആണെങ്കിൽ എന്താ ഗ്യാസ് ഒക്കെ അല്ലേ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആണോ? ഡോക്ടർ പിഷാരടി MBBS. നല്ല കൈപ്പിനുള്ള ആളാണോ? ഒരു മിനറൽ വാട്ടർ. ഒരു മിനറൽ വാട്ടർ 15 രൂപ. ഏയ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാശാ. ഡോക്ടർ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? ഏയ്, അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ചതിന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിയിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ TV പിടിച്ച് തരാനുള്ള പാകത എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം. ഒന്ന് ഉത്സാഹിക്കണേ.
ഞാനിപ്പോ വരാ. അപ്പൊ തന്നെ മോനൊരു കുഞ്ഞു പെട്ടിയെടുത്ത് വഞ്ചി കുത്തിക്കളി. ഡേ കൊച്ചിന് പെട്ടിയെടുത്ത് കൊടുത്തേ. ഒന്നും രണ്ടും അല്ല, ഈ മാസത്തെ വാടകയും കൂട്ടി 4 മാസം വാടകയായിട്ടാണ് തരാനുള്ളത്. ഓ എന്റെ ചേട്ടത്തി എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും തരാം. എപ്പോഴെങ്കിലും തരാന്നോ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കും ഉണ്ട് സുധാകര. ചേട്ടത്തിയുടെ കഷ്ടപ്പാട് ചേട്ടത്തി സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? അല്ലെങ്കിൽ ഇട്ടിച്ചന്റെ ബംഗ്ലാവില് നല്ല മഹാറാണിയായിട്ട് കഴിയായിരുന്നില്ലേ? ഈ മാസം തന്നെ മര്യാദയ്ക്ക് കട കഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചോണം. ഓ പിന്നെ ഒഴിയാൻ പറയുമ്പോഴേക്കും ഞാൻ ഒഴിയാൻ നിൽക്കല്ലേ? അയ്യോ പറഞ്ഞു തീർന്നില്ല. ദേ കടയൊഴിപ്പിക്കാൻ കുഞ്ഞാട് വരുന്നുണ്ട്. അവനിപ്പൊ എന്നെ അങ്ങ് തല്ലി ഇറക്കും. പരിഹസിക്കണ്ട, നിന്നെ ഒഴിപ്പിക്കാൻ ഈ മേരിക്കുട്ടി തന്നെ ധാരാളം. 31-ാം തീയതി കട കഴിഞ്ഞ് താക്കോലിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. ഓ ഈ പ്രായത്തിൽ ഇനി എന്നാ ചൂടറിയാനാ? കുറച്ചുകൂടി പ്രായം കുറവായിരുന്നെങ്കിൽ നോക്കാൻ. എന്താടാ പറഞ്ഞേ? അമ്മച്ചി വേണ്ട, അയാളെ വിട്ടേക്ക്. ഒന്നും ചെയ്യില്ലട്ടാ. നീ ചെവിയിൽ നുള്ളിക്കോ സുധാര. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിയമം കോടതിയുണ്ട്. അമ്മച്ചി ആവേശത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് അയാൾക്ക് വല്ല ദേഷ്യം വന്നിട്ട് എനിക്കിട്ടായിരിക്കും കിട്ടണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം അത്. എപ്പൊ നോക്കിയാലും ആളുകൾ മുഴുവൻ എനിക്കിട്ടാണ് ഇരിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പാവത്താനായതുകൊണ്ടാ അവനൊക്കെ ഇത്ര അഹങ്കാരം. ഓ ഞാനൊരു തല്ലുപിടുത്തക്കാരനാവാത്തതാ ഇപ്പൊ കുറ്റമായി പോയത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ വല്ല കൊട്ടേഷനായി മാറൂട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജോസ്മോൻ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയല്ലോ. അല്ലെങ്കിലും 12-ാം വയസ്സിൽ ഒളിച്ചോടിപ്പോയ മോനോടാ അമ്മച്ചിക്ക് സ്നേഹം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ധൈര്യമില്ലാത്തവനാ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി. പക്ഷെ പ്രവൃത്തിയോട് അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും, അമ്മച്ചി നോക്കിക്കോ. അമ്മച്ചി മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സുധാകരനോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ പറഞ്ഞത്. റോഡാകുമ്പോ കുണ്ടുകുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴിയച്ച അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു. പറഞ്ഞിട്ട് കേറണ്ട. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കാൻ നോക്കുന്നോ? എന്റെ കർത്താവേ. അളിയോ, ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ. എങ്ങനെ പോവാനാ ചവരു? കല്യാണത്തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി. നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വേലക്കാരത്തേക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നോ? നല്ല സദ്യ ഉണ്ടായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? എന്റെ പെങ്ങള് ബുദ്ധിമതി ആയതുകൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി. അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പയാരി അങ്ങ് കെട്ടി. അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയില്ല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ. നീ ഇതെങ്ങോട്ടാ പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു പോയാ ബെൻസി കയറാൻ പറ്റിയൊരു സാധനം. എന്റെ അളിയ പണ്ടം കണ്ടോ നടന്ന കാര്യം പറഞ്ഞോണ്ട് അളിയൻ ഇങ്ങനെ മേരിക്കുട്ടിയെ കണ്ട ഏതാ കുഴപ്പം? പെട്ടെന്ന് ഭ്രാന്തളകും. എത്രയോ നിന്റെ അച്ഛനടാ. ഞാനെന്താണ് കുട്ടികളുടെ ചണ്ട വരണവന് പോണവനൊക്കെ അടിക്കാൻ? ചെറുത്താന്റെ വണ്ടി വന്നു. നിനക്കറിയോ, നിന്റെ അമ്മയുടെ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്കാ എന്റെ മോൾക്ക് ഞാൻ മേരിന്ന് പേരിട്ടത്. എന്റെ ഭാര്യ എതിർത്തു, ബന്ധുക്കൾ പരിഹസിച്ചു, ഒന്നും ഞാൻ കാര്യാക്കിയില്ല. അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാ ഞാൻ നിന്റെ അമ്മയെ. ഇപ്പൊ നിന്റെ മനസ്സിലും എന്റെ മോളുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ സ്നേഹിക്കണം. ഞാൻ മേരിക്കുട്ടിയെ സ്നേഹിച്ചതുപോലെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നത് വരെ സ്നേഹിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കണം. അത് ഈ ഇട്ടിയച്ഛൻ്റെ ഒരു വാശിയാ, നിന്റെ അമ്മയ്ക്കുള്ളൊരു മറുപടിയാ. അല്ലാതെ എന്റെ പെണ്ണിനെ നിന്റെ അപ്പം കൊണ്ടുപോയ പോലെ എന്റെ മോളെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കണട കപ്പ്യാർക്ക് ഉണ്ടായ മോനെ. അങ്ങനെ നീ വിചാരിച്ചാ നിന്റെ നെഞ്ചത്തുകൂടെ ഈ ബെൻസ് കാർ കയറ്റി നിന്നെ കൊല്ലും.
ഇട്ടിച്ചായ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചായന്റെ മോൻ ജോണിക്കുട്ടി എന്നെ തല്ലിയതിനു ശേഷം മേരി അല്ല അവളുടെ നിഴലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. നീ കാണണം, എന്നാലേ എന്റെ മോഹങ്ങൾ പൂവണി. കേറിക്കോളൂ. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടറാ. സ്ത്രീകളുടെ സീറ്റാ അതിന് ആ കുട്ടി എത്ര നേരെ വിളിക്കുന്നേ? ചെന്നിരിക്കണോ? ചെല്ല്. എന്നിട്ടാണ് ആളുകൾ അതും ഇതൊക്കെ പറയാൻ. പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ നമ്പർ? ചെന്നിരിക്കേ. അതിരിക്കട്ടെ, രണ്ടുപേരും കൂടി എങ്ങോട്ടാണ്? ആ കുട്ടി എങ്ങോട്ടോ പോകുന്നു, ഞാൻ വേറെ എങ്ങോട്ടോ പോകുന്നു. എന്നിട്ടാണല്ലേ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? അതും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ്. കാക്കി കൊടുത്തുന്ന ക്വസ്റ്റ്യൻ ചെല്ലാധികാരം കണ്ടക്ടർക്കില്ലാട്ടാ. അല്ല, രണ്ടുപേരോട് ഒളിച്ചോടി പോകുകയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓ, തല ഇറങ്ങിട്ട് വയ്യേ. തല ഇറങ്ങിട്ടാ. ഒന്ന് ഇരുന്നോട്ടെ സിസ്റ്റർ. സിസ്റ്റർ ചുമ്മാ ചുമ്മാ നമ്മള് പരിചയമില്ലാത്ത പോലെ ഇരുന്നാ മതി. ബോഡി ടച്ച് ചെയ്യല്ലേ. അതെ, അവര് ഒളിച്ചോടി പോവാണോ? ആർക്കറിയാ? പിന്നെ സാധ്യത ഇല്ലാതില്ല. അമ്മേ, അമ്മച്ചി, എന്താടാ മേരി എങ്ങോട്ടാ പോയത്? അവള് സിസ്റ്റർ മെർലിറ്റെ കാണാൻ കോൺവെന്റിൽ പോയി. അമ്മച്ചി കോൺവെന്റിലേക്ക് ഒന്ന് വിളിച്ചേ. സിസ്റ്റർ മേരിയുടെ അമ്മച്ചിയാ. മോളവിടെ വന്നിരുന്നോ? അവളവിടെ ചെന്നിട്ടില്ലാന്ന്. എന്താടാ ജോണിച്ചായ, ചതിവ് പറ്റുമെന്നൊരു സംശയം. ആ സോളമനെ രാവിലെ മുതൽ കാണാനില്ല. കവലയിൽ ഒരു ന്യൂസ് വരുന്നിട്ടുണ്ട്, അവൾ ആ സോളമന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അപ്പൊ ഇതൊക്കെയാണ് സോളമന്റെ പ്രശ്നങ്ങൾ. ധൈര്യമില്ലാത്ത താനെങ്ങനെ ഈ കുട്ടിയെ സ്നേഹിച്ചു? ഇത്രയും അടി കൊണ്ടിട്ടും ഈ കുട്ടിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് പോയില്ല? പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഈ ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? അപ്പൊ തന്റെ മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട്. യാതൊരു കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ തനിക്കൊരു സംവിധായകനാകാൻ കഴിയില്ല, സീരിയൽ ഡയറക്ടർ ചെയ്യാനും കഴിയില്ല. താനൊരു കാര്യം ചെയ്യും, ആദ്യം ആ സീരിയൽ അങ്ങ് പൂർത്തിയാക്കാം. അതൊന്നും ഇനി നടക്കൂല പോത്തൻ ഡോക്ടറെ. യൂദാസായിട്ട് അഭിനയിക്കുന്നവൻ വാർക്കപ്പണി കളഞ്ഞു വരാൻ പറ്റില്ലെന്ന് പീലാത്തോസിനെ വിളിച്ചപ്പോ അവൻ പിന്നെയും കൈയഴുകി. തട്ടുകടയിൽ എന്നും പ്ലേറ്റ് എഴുകലാ പണിയുന്നു. എല്ലാം പോട്ടെ, ഉണ്ണീശുണ്ടല്ലോ, വല്ലാണ്ട് വളർന്നു വലുതായി. ഇപ്പൊ 2ാം ക്ലാസ്സിലാ. ഇനി അതൊന്നും നടക്കില്ല ഡോക്ടറെ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം. ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? മരുന്നോ? മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ധൈര്യമായിട്ടിരുന്നുള്ളൂ. ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി. രാഷ്ട്രീയ കാപാലികന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി MS മേനോന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കർത്താവേ, ഹർത്താല്! ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ട, ഇന്ന സമയത്ത് ഇനി കണ്ടില്ല. അപ്പൻ എന്നെ ഏത് സമയത്ത്? ആ കുഞ്ഞാട് എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞല്ലോ. എന്താ ജോണിക്കുട്ടി? ഏയ് ഒന്നുമില്ല. അവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആരെ കുറിച്ച്? അല്ല, ഒരു കരക്കമ്പി കേട്ടായിരുന്നു സോളമനെ അവിടുത്തെ കൊച്ചിനെയും കാണാനില്ലാന്ന്. വല്ലവനും പറയുന്നിട്ട് വേണ്ടാതിനും പാടി നടന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജീപ്പ് എടുത്ത് ഇങ്ങനെ പരക്കം പായുന്നത്? നിന്റെ അമ്മച്ചിക്ക് സംബന്ധം ആലോചിക്കാൻ അറിയണോടാ? കോൺവെന്റിൽ പോയ പെങ്ങളെ കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയുന്നേ. അറിയും. ഹർത്താലിൽ പരക്കിയ അക്രമം. കൊല്ലപ്പെട്ട MS മേനോന് അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ ഹർത്താലിൽ വ്യാപകമായ കല്ലേറും അക്രമവും. ജോണിക്കുട്ടി, നിങ്ങളുടെ പെങ്ങള്. ബസ് യാത്രക്കാരിയായ യുവതിക്ക് കല്ലേറിൽ ഗുരുതരമായ പരിക്ക്. ആ
ദാരുണ ദൃശ്യം കണ്ട് കൂടെയുള്ള സുഹൃത്തായ യുവാവ് കുഴഞ്ഞു വീണു. ജോണിക്കുട്ടി, ഇനി നാട്ടുകാരറിയോന്നുള്ള ചമ്മല് വേണ്ട. ടൗണിൽ ആശുപത്രി ചെന്നാൽ രണ്ടിനെ കൈയോടെ പൊക്കാം. എന്നിട്ട് മാന്യമായിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. അയ്യോ, വണ്ടിയും പോയി. അവരിങ്ങോട്ട് വരണ പോലെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് മാറിയെന്നൂടെ? എന്റെ കൈയും കാലം അനങ്ങണില്ല. പറഞ്ഞപ്പോഴേക്കും മാറിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇങ്ങോട്ട് വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഇങ്ങോട്ട് വരാൻ. ജോൺകുട്ടി വേണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലല്ലേ ജോണിക്കുട്ടി. മോനെ മാറിക്കേ, മാറ്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. മാറിക്കേ. അയ്യോ, കുഞ്ഞിനെ തല്ലാടാ. ഇനി നിന്റെ നിഴൽ അവളുടെ ദേഹത്ത് വീണ കുടുംബത്തോടെ കത്തിച്ചു കളയും ഞാൻ, കേട്ടോടാ. വാടാ. അപ്പനെന്തിനെ തടയാൻ വന്നേ? അവരെന്നെ തല്ലിച്ച് പോവൂലേ? ഒരു കുർബാന കഴിഞ്ഞ ആളുകൾ പോണ പോലെ കണ്ടാ പോരായിരുന്നോ? ആ സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിട്ടില്ല. ഒന്ന് സഹായിക്കും സാറേ. ഒന്ന് പോടോ. അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ? അതെ. എന്താ? അല്ല, ഹൈറ്റ് ഒരു 5'2" കാണായിരിക്കും അല്ലേ? കാണും. ഹാർട്ടുണ്ട്. അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം. അല്ലേ മേരി? എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ. ഓ, എന്താ ലോനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണേ? എന്നാലും മക്കള് ജീവിതത്തിൽ കടന്ന കൈയായി പോയിട്ടിച്ചാ. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ചൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം 3 പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. ആ പോക്കികൾക്ക് 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ. എടാ നായിന്റെ മോനെ, എന്തോ നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്. എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്? ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്. കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? 3ാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ. എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ. എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൊടുറ പന്നി. കമ്പ്യൂട്ടർ ക്ലാസ്. രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്. പ്രാക്ടീസ് പറഞ്ഞു. വൈകിട്ട് 4 മുതൽ 5 വരെ അവള് വടക്കങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതെന്നെ നിനക്ക് മനസ്സിലായില്ല. തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചാ ലോനപ്പാ ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചോ. വാടാ. നീ വിഷമിക്കണ്ട.
ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി, പട്ടി, ഏരപ്പ, നാറി, ശവത്തിന്റെ കൂടെ പോയിക്കോളും. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരേ. ഗ്രേറ്റ് മാൻ. ഇത്ര പെട്ടെന്ന് അങ്ങനെ കയറ്റി അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സർ, താങ്ക് യു. ഇത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ടാതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയില് ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോലുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ഇതാരൊക്കെ വന്നിരിക്കണെന്ന് നോക്കിയേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദൂരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. സിസിലി, നീ ചായ പീന്ന വട കൊടുത്തിട്ടോ? അമ്മച്ചി കരയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? മാറി. അപ്പനെന്താ ഭാരാ? എന്താ? ഞങ്ങളുടെ അപ്പൻ കെട്ടിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയില് നിക്കണു. അപ്പൊ അപ്പൻ കെട്ടി ചാടിയില്ലേ? എന്താ ചാടണോ? വേണ്ട. അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല, ആരാ? പിടിച്ചോ. പിടിച്ചേറ്റ് അപ്പം താഴെ പോവല്ലേ? പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റിൽ വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മള് സൂക്ഷിക്കേണ്ട ആളാണ്. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി. ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്നിരിക്കും ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കുമല്ലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ? എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും.
പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പണയിലുള്ളൂ. സിസിലി ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. കാര്യം ചേട്ടാ എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിടെ. ആനെ കുളിയും കഴിഞ്ഞ സോളമ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരന്റെ വഴി വരെ കൊണ്ടാക്കിട്ട് വാ. വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അയ്യോ, നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ജിലേബി ഉണ്ടാവൂടെ? എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവിൽ തന്നെ ആയിപ്പോയി. അഹങ്കാരം പറയല്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയാ. ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിൽക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ആ ചാണക്കുഴി ചടിയാലോ. ഇവിടെ ഇരിക്കാം. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് മുന്നേറാണ് പതുങ്ങിയിരിക്കാണല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഇങ്ങോട്ട്. ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നതാ. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാന്നാ? കുളിക്കാൻ പോണോ? നിനക്കൊന്നും വേണ്ട സോളമ? ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്ത് പിടിച്ച് ഞെരിക്കണോ പോലെ? അവളെ കാണരുതെന്ന് പറഞ്ഞാൽ നീ കാണുമല്ല. അവിടെ നിൽക്കണം. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നത് അവരായിട്ട് കണ്ടതാ. നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ പിടിയവനെ. അങ്ങോട്ട് മാറിക്കോ. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. അടിച്ചോ അടിച്ചോ. ഒളിക്കടവിൽ അമ്മൂമ്മമാരെ വരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ 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 അടിച്ചോ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കേന്ദ്രം പോയി.
കളിച്ച് എങ്ങനെ ഇരിക്കും? ജീവൻ വേണമെങ്കിൽ ജീവപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എവരൊക്കെ തലേക്കറി ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടത്തെ പറ്റിയെടുക്കാൻ ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവശ്യത്തിന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത്? എന്നെ തല്ലേ ചോദിക്കാൻ ആളുണ്ടെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ? ഹേ, അങ്ങനത്തെ തറവേലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഇതാരാ? ഏതായാലും ചങ്ക് പൊളപ്പ സാധനം തന്നെ. നിനക്ക് ഈ മുതലിനെ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിണറ്റിന്ന് കിട്ടിയതാ. കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ ഇറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയി നിന്നെ ജോസ് ചേട്ടനോ മറ്റോ ആണോ? ജോസ് ആണോ? സത്യം? ചിലപ്പോ വീടന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാടാണെങ്കിൽ ഇത് പുലിയാണ്, വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും. ഞാൻ ചെല്ലട്ടെ. എന്താടി ഒരു ശബ്ദം കേട്ടത്? ഓ, അത് ചേട്ടൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു വീണതായിരിക്കും. അമ്മച്ചി, ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പേടിത്തൂരായി പോയത്? ആ, ഇവൻ ഇന്നെന്താണാവോ കണ്ടത്? എന്താ മോനെ? കാറ്റുള്ള ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. കാറ്റ് കൊണ്ടത് മതി. മോൻ ഇങ്ങോട്ട് ഒന്ന് കിടക്കാൻ നോക്കൂ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ആരാ നീ? പോയി പായ കിടന്നേ. കാല് നിലത്ത് മുട്ടുണ്ട്. യക്ഷിയല്ല. എന്താടാ? അവളെന്താ കണ്ടോ പേടിച്ചു. നീ പായ എടുത്ത് താഴെ കിടക്ക്. ചേട്ടൻ നിന്റെ കട്ടിലേ കിടക്കട്ടെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് പായ കിടക്കാൻ പറ്റില്ല, നടുവേനെടുക്കും. ജോസേട്ടൻ പറഞ്ഞ ചൂടുണ്ട്, പുറത്തല്ല കാറ്റാ, ഞാൻ വരാന്ത കിടന്നോളാം. അവനെ അങ്ങനെ വരാന്ത കിടത്തേണ്ടവനല്ല. നീ പറയുന്ന അനുസരിച്ചാ മതി. ജോസേട്ടന് വരാന്ത കിടക്കണല്ലേ ഇഷ്ടം? ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. അങ്ങനെയാ മോനെ? മോന്തെ ഇവിടെ കിടന്നാ മതി. പുതച്ചു കിടക്ക്. വെള്ളം കൊണ്ടുവന്ന് വെക്കട്ടെ മോനെ. ആ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും. എന്റെ ഓർക്കം പോയി. കണ്ടോടി, എല്ലാവനും ഓർമ്മയുണ്ട്. പണ്ട് കുഴി കുത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ ഞാൻ തല്ലിയത്. ദേ ഒരു പ്രായച്ചിത്തം പോലെ ചെയ്യുന്ന കണ്ടില്ലേ? ഇനി ജോസ്മോന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാ പോലും വഴക്ക് പറയാൻ നിക്കണ്ട കേട്ടോ. ഒരുപാട് നേർച്ചയും കാഴ്ചയും വെച്ചിട്ട് തിരിച്ചു കിട്ടിയതാ. എന്താ ഇവിടെ വല്ല പൂച്ചയെ പട്ടി ചത്തോ? ഓ, നിന്റെ അറിവില് പറമ്പില് കുഴി കുത്തുന്നത് അതിനു വേണ്ടി മാത്രമാണല്ലോ. നിന്നോട് അതൊന്നും നടാൻ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. എന്റെ മോൻ പറയാതെ തന്നെ ചെയ്ത കണ്ടോ? അത്രയ്ക്ക് ആഴത്തിൽ കുത്തണ്ട മോനെ. ഓ, ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മയ്ക്കായിട്ട് കിണർ കുത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പ് മുഴുവൻ? പണി എടുക്കുകയില്ല, പണി എടുക്കുന്നവരെ പരിഹസിക്കുകയും. ഓ, ഇത്തിരി ആഴം കൂടിയാലും ചാരവും ചാണകവും ഒക്കെ ഇട്ട് കഴിയുമ്പോ ശരിയായിക്കൊള്ളും. കേരളത്തിലെ മുഴുവൻ പശുവിന്റെ ചാണകം കൊണ്ടു ഇറങ്ങി വരും. ഒന്നും മിണ്ടായിരിയടാ. ആവൂ, ഇന്നെങ്കിലും എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയല്ലോ. ഓ, ഇത് ജോസേട്ടനാ. വേണപ്പോ എടുത്തു കുടി. അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായി. ഭർത്താവേ, പള്ളിയിലെ മോട്ടറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കണം കണ്ടിട്ടുള്ളൂ. ആ ചക്കരക്കുട്ട പഠിക്കാൻ പോയണേ. നന്നായിട്ട് പഠിക്കണോട്ടാ. അവനിപ്പോ സൈക്കിള് വേണമെന്ന് പറഞ്ഞ ബഹളം. അപ്പച്ചൻ വാങ്ങിച്ചു കൊടുക്കില്ല. ആ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ ഒന്ന് വന്നോട്ടെ. എവിടെടാ നിന്റെ ചേട്ടായി? ചേട്ടായി വീട്ടില് കുഴി കുത്തുക. ഓ, നിന്നെ മൂടാനുള്ള കുഴിയാണ് ഇപ്പോഴേ കുത്തി തുടങ്ങിയോ? നിന്നെ തല്ലിയ നിന്റെ ചേട്ടായി ചോദിക്കാൻ വരുമെന്ന് എനിക്ക് അറിയണം.
ചേട്ടായി എന്റെ കൂടെ ഉള്ളപ്പോ തല്ലിയാ പോരെ അപ്പൊ തന്നെ റിസൾട്ട് അറിയാലോ. തൽക്കാലം നിങ്ങളുടെ മർദ്ദനം ഏറ്റുവാങ്ങാൻ എനിക്ക് സമയമില്ല. അപ്പന്റെ പറ്റില്ല എഴുതിക്കോ. ഇവൻ എവിടെയെങ്കിലും നേർച്ച ചേർന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം തന്നെ പഞ്ഞി കിട്ടോളാന്ന്. ചേട്ടായി ഇത് കൈക്കൂലിയായി സ്വീകരിച്ച് എന്നെ രക്ഷിക്കണം. ആ ജീപ്പിൽ വരുന്നവനെ കണ്ടോ? എനിക്ക് സ്ഥിരം പണി തരുന്നവനാ. അവൻ തിരിച്ചു പോകുമ്പോ ആംബുലൻസ് കടന്നു പോണം. ഓക്കേ, ഉഷാറാക്ക് ഉഷാറാക്ക് ഉഷാറാക്ക്. ബസ്സിലൊക്കെ കേറ്റ്. വന്നുണ്ട് പഴം പിന്നെ കേറ്റാ. ഇപ്പൊ അവന്റെ പള്ള കേറ്റ്. നീ എന്റെ അനിയന്മാരെ തല്ലിച്ചതിന് പകരം നിന്റെ മുന്നിലിട്ട് നിന്റെ അനിയനെ ഞാൻ തല്ലാൻ പോവാ. ഉശിരുള്ളവരാണെങ്കിൽ തടുക്ക്. ചേട്ടായി ചേട്ടായി പഴം തിന്നോണ്ടിരുന്ന ഞാൻ ഇടികൊണ്ട് പഴം പോലെയാവും. ഓ തൊലി പോയി. ഓളെ ഓടിപ്പോയി ഒരു ഗ്ലാസ് ആട്ടുപാൽ എടുത്തിട്ടോ ചേട്ടന്. എവിടെ പോണു? ചേട്ടന് പാല് കൊടുക്കാൻ. ഈ ചേട്ടന് പാല് ആ ചേട്ടന്. ആരും വരുന്നത്? അടി 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 അടി. ജോസേട്ടാ വേണ്ട, കടാരെടുക്കണ്ട. എടാ ജോണിക്കുട്ടി, ഈ കുഴി മണ്ണിട്ട് മൂടി കുണ്ടുകുഴി അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് ഒപ്പീസ് ചൊല്ലാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. എനിക്ക് അളിയാ എന്ന് വിളിക്കാൻ നീ ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത്. കേറ്, പോയിക്കോ. ഉള്ള ജീവനോട് എന്നെ പറമ്പിന്ന് പോ. തിരിച്ചടിക്കാൻ എനിക്കും അറിയടാ. ജോസേട്ടോ പോടാ പോടാ. മാതോളക്ക് കൊമ്പനാടാ ഞാൻ. എങ്ങനെ കിരീട സിനിമയിൽ കൊച്ചിനെനിഫ് ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് ഇടുകിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നേക്കണം. രാവിലാണോടാ പത്രം വായിക്കുന്നത്? ചേട്ടായേ ഒന്നുമില്ല. ഉച്ചവരെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. സോളമാ ചേട്ടായിട്ടൊന്ന് കേറിട്ട് പോടാ. തന്റെ മെക്കിട്ടാണോ? അല്ല, ഈ ചായക്കടയിലേക്ക്. വേണ്ട, ചേട്ടാ ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. പോരാത്തന്നെ ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്നാലും വെറുതെ വിളിച്ചു കയറ്റി ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ കക്ഷത്തിൽ എന്താ മൂലക്കുരുവ? അല്ല, ഇഷ്ടികയാ. ചേട്ടായി കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, ചതിക്കില്ല. കഷണ്ടിൽ കല്ലുമഴ വേയിച്ചാലോ? അയ്യോ വേണ്ട. നിക്ക് നിക്ക് നിക്ക്. 100 രൂപ വേണ്ടേ? ഞാൻ കുടി നിർത്തിയല്ലോ. അപ്പൊ കാശ് കുറെ കാണുമല്ലോ. തരുന്നേ. അതിങ്ങ് താ കുഞ്ഞാട്. കുഞ്ഞാടോ? ആരുടെ കുഞ്ഞാടോടോ? മണിമലയിൽ ഗീവർഗീസ് സോളമൻ, അതായത് MG സോളമൻ. അങ്ങനെ വിളിച്ചോളണം എല്ലാവരും. MG സോളമ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതാ കടയുടെ താക്കോലും വാടക 1000 ഉറുപ്പ്യുണ്ട്. 200 കൂടി വേണമല്ലോ സുധാകര. അത് മതി സോളം. അത് പോരല്ലോ സുധാകര. കാശിന് ലേശം ടൈറ്റാണോ? ടൈറ്റാൻ
പൈസക്ക് ടൈറ്റ് ഉള്ളവർ കെട്ടുന്നതാണോ ടൈറ്റാൻ? ഇതും കൂടി ആവുമ്പോ ശരിയായി. എനിക്ക് ഭയങ്കര ടൈറ്റാന്നേ. അണ്ടിയേറുന്നു ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ, എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താലും വിവരം അറിയും. ഇട്ടിച്ചോട് മക്കളോട് പറഞ്ഞേക്ക്, ഞാൻ പഴയ സോളമനല്ലെന്ന്. കൊണ്ടും കൊടുത്തും അറപ്പ് മാറിയ ഒരു ചേട്ടനുള്ള സോളമനാന്ന്. ഇനി ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കടാ. ഈ സോളമനോട് ചോദിക്കടാ. എത്രയായാലും നിന്റെ സമയം വളരെ മോശ.